നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ ഇന്ന് ശിവാനി കഴിച്ചു എന്ന് പറയുന്ന വിഷത്തിന്റെ ബാക്കി എന്തെങ്കിലും ഇരിപ്പുണ്ടോ കുറച്ചെടുക്കാൻ? അത് കഴിച്ച് എനിക്കും ചാകണം. എന്തിനമ്മ ഇങ്ങനൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതും കൂടി ഒന്ന് പറഞ്ഞതാ. ഇത്രയും നാൾ സ്നേഹിച്ച് തലയെ ചുമന്ന് കൊണ്ട് നടന്നവളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തള്ളി പറഞ്ഞ് സ്വയം നാണം കെടാൻ വയ്യാത്തതുകൊണ്ടാ ഞാൻ അവിടെ വെച്ച് കൂടുതലൊന്നും പറയാഞ്ഞത്. ഇത്രയും കാലം അമ്മ അമ്മ എന്നും വിളിച്ച് കളിച്ചും സ്നേഹിച്ചും കൂടെ നടന്നത് ഇങ്ങനൊരു ചതി ചെയ്യാനായിരുന്നു അല്ലടി? അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവോ? അങ്ങനെയല്ല. ഇത്രയും കാലം ഞാനാണ് നിന്നെ തെറ്റിദ്ധരിച്ചു പോയത്. അതാണ് ശരി. നിന്റെ യഥാർത്ഥ സ്വഭാവവും ലക്ഷ്യം എന്താണെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. സ്വന്തം അമ്മാവിന്റെ മകളെ തിരിച്ച് ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുവന്ന് അവൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ എന്തൊക്കെ നാടകങ്ങളാടി നീ കളിച്ചത്. എന്നാലും നിന്നെ സമ്മതിക്കണം. എന്റെ മോൻ എന്തൊരു ശുദ്ധനായിരുന്നു. ആ പാവം ഗൗതമനെ കൂടി പറഞ്ഞു വഴി തെറ്റിച്ച് നല്ല ഒന്നാം തരം കള്ളനാക്കി എടുത്തില്ലേ? വല്ലാത്ത ബുദ്ധി തന്നെ. പ്രണവിനെ രക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഐശ്വര്യ എന്ന് പറഞ്ഞ ഒരു നാടകക്കാരിയെ ഇറക്കുന്നു. എന്നിട്ട് അമ്പലത്തിലും പാർക്കിലും ഒക്കെയായി നീ എഴുതി പഠിപ്പിക്കുന്നത് അവൾ അഭിനയിക്കുന്നു. എന്റെ പാവം ചെറുക്കനെ പ്രണയത്തിൽ വീഴ്ത്തി നീ ആഗ്രഹിച്ചെടുത്ത് കാര്യങ്ങൾ എത്തിച്ച ശേഷം അവള് കൈയും കഴുകി ഉടുത്തുണി തുടച്ച് അവളുടെ പാട്ടിന് പോന്നു. എന്നിട്ട് എത്ര നിസ്സാരമായിട്ടാ എല്ലാം അഭിനയായിരുന്നു എന്ന് വന്ന് നിന്ന് പറഞ്ഞത്. എടി, പെറ്റമ്മയായ എന്നേക്കാൾ കൂടുതൽ അവൻ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തത് നിന്നെയല്ലേ? ആ അവനോട് ഇങ്ങനൊരു ദ്രോഹം ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? കൊല്ലക്കൊലയല്ലേ നീ അവനോട് ചെയ്തത്? ദ്രോഹമല്ലേ നീ കാണിച്ചത്?